ലൈലേ ലൈലേ ഇങ്ങ് വന്നേ, ഒരു കാര്യം പറയാനുണ്ട്. അങ്ങോട്ട് വന്നേ. വാ. കോശിച്ചായനെന്താ ഈ നേരത്ത്? ഒരു പ്രധാന കാര്യം പറയാനുണ്ട്. അതെന്താ? അതായത് ഇന്നു മുതൽ രാകേഷിനും രമേശിനും ഞാൻ പറയുന്ന ആഹാരം കൊടുത്താൽ മതി. കോശിച്ചായൻ പറഞ്ഞാൽ ഞാൻ കേൾക്കാം. ഒരു 100 രൂപ എടുക്കാനുണ്ടോ? രൂപയുടെ പ്രശ്നം കള, ഞാനല്ലേ ധനകാര്യം. കോശിച്ചായൻ പൊയ്ക്കോളൂ, അത് ഞാൻ ഏറ്റു. വാരല്ലേ മോളെ, ഞാൻ പറയണത് കേട്ടാ മതി. ഓ. നിങ്ങളുടെ പഠിത്തമൊക്കെ കഴിഞ്ഞില്ലേ? ഞങ്ങൾക്ക് ഇനിയും പഠിച്ചാൽ കൊള്ളാവുന്നുണ്ട്. ചെറിയ കുട്ടികളല്ലേ, പഠിച്ചോട്ടെ 10-15 കൊല്ലം. വേണ്ട വേണ്ട, പഠിച്ചതൊക്കെ മതി. ഇനി നിങ്ങൾക്ക് കിട്ടുന്ന സ്വത്തൊക്കെ നോക്കിയെടുത്ത് സുഖമായിട്ട് ജീവിക്കണം. അങ്ങോട്ട് പോട്ടെ. ശരി അമ്മ. പിന്നെ ഒന്നുകൂടെ നോക്ക്. എന്താ? അന്റെ അടുത്ത് ഞമ്മളൊരു കാര്യം പറഞ്ഞ് ചെയ്യോ? ഇന്നു മുതൽ രമേശിനും രാകേഷിനും വെറും ചമ്മന്തിയും കഞ്ഞിയും കൊടുത്താൽ മതി കേട്ടാ. വേണമെങ്കിൽ ഒരു ചുട്ട പാപ്പടം കൊടുക്കും. അയ്യോ, അത് കഷ്ടല്ലേ ഇക്ക? ഒരു കഷ്ടമില്ല, ഇതിൽ ഞമ്മക്ക് ഉണ്ടാക്കും ഒരു നഷ്ടമില്ല. ഈ ഞമ്മൾ പറയുമ്പോൾ അങ്ങോട്ട് ചെയ്താൽ മതി. എന്തേ എന്തേടോ? ശരി. അമ്പന്മാര് ഗോപി, മുത്തു, ഇതന്നെ ഇവിടെ വരും. പോളിശ്ശേരി തറവാട് ഇതാണോ? ഇത് തന്നെ. രാകേഷ് രമേശ് ഇവിടെ. കയ്യട് കയ്യട് എറങ്ങോട്ട്. ചേർത്തടിയവനെ. ഇവരെവിടെ കയറി പോടാ? ഫാനും എടുത്തോണ്ടോ? ഇവരൊക്കെ എവിടെ പോട്ടെ, ഗുണം പിടിക്കത്തില്ല. ഇവരൊക്കെ എവിടെ കൊണ്ടുപോടാത്? വണ്ടിക്കൊക്കെ എല്ലാം കൊണ്ടുപോകുന്നു. ഇത് വല്യമ്മോട് എന്താ പറയുക? വല്ലോന്റെ മുതലെടുത്തോണ്ട് വരുമ്പോ ആലോചിക്കണമായിരുന്നു. പോടാ. പിന്നെ വെറുതെ ഞാൻ കൊറേ ഇടി കൊണ്ട്
ഇരമുരളി ഒരു കാര്യം ചെയ്യും, നമ്മളെ പുരയിലേക്കുള്ള മരം ഇറക്കിയതിന് ശേഷം മതി നമ്മളെ മുതലാളിന്റെ എസ്റ്റേറ്റിലേക്കുള്ള മരം ഇറക്കാൻ കേട്ടാ. അല്ല നമ്മൾ എപ്പോഴാ കൊടുത്തേക്കുന്നത്? അല്ല അത് മരം പിടിക്കുന്നു. അല്ലാന്ന് മരം വാങ്ങി കുറച്ച് ചെമ്മീൻ കിട്ടിക്കുന്ന കൊടമ്പുളിയും കൂടി കിട്ടി അതിട്ട് ബെക്കേന്ന് പറയണ മുതലാളി. കൊടംപുളി ഞങ്ങളിപ്പോ വരെ താ അറിഞ്ഞ ഇല്ല അവിടെ ഹോട്ടലുകാർ വന്ന് വലിയ അടി നടത്തുക. രാകേഷും രമേശും കൊണ്ട സാധനങ്ങളൊന്നും അവരുടെ സ്വന്തമല്ല, മോഷ്ടിച്ചതാണെന്ന്. ഇത് വെച്ച് നമുക്ക് അവരെ ബ്ലാക്ക് മെയിൽ ചെയ്താലോ? താൻ എന്താ ഇവിടെ ഇരിക്കുന്നേ? അല്ല ഞാൻ ആലോചിക്കും. അവസാനം തെങ്ങിന് താഴെ വന്നപ്പോഴാ അമ്മ എല്ലാം അമ്മൂമ്മയാന്ന് മനസ്സിലായത്. ഇവരാളൊരു ഭയങ്കര അവനെ പോയി മറ്റേ സംഘടിപ്പിച്ചോണ്ടോ? ഞാനിപ്പോ കൊണ്ടുവരാം. വേഗം വേഗം പറഞ്ഞു കേട്ടോ. അവന്റെ ചെറുപ്പത്തിലെ സ്വഭാവം ഇപ്പോഴും മാറിയിട്ടില്ല. നിങ്ങളെങ്ങോട്ടാണ് പോണ? ഇതാന്ന് രണ്ടാൾക്കാർ എവിടെ? പിന്നെ ഇതെന്താണ് പന്നി കുട്ടികളോ? എന്റെ പൊന്നും ചങ്ങായിമാരെ, നിങ്ങൾ ഈ ദുനിയാവ് മുഴുവൻ തെരഞ്ഞെറിഞ്ഞ് നടന്ന് മതിയായി. എന്താ കാര്യം? എന്താ കാര്യം? കുന്തോ ഏതായാലും നിങ്ങൾ രണ്ടാളും ഒന്നിച്ചുണ്ട് വളരെ നന്നായി. കോശ ഒന്ന് പറഞ്ഞു കൊടുക്കി. നിങ്ങളുടെ അമ്മാവൻ നിങ്ങളുടെ പഴയ അമ്മാവനല്ല. അയ്യോ, പഴയ അമ്മാവൻ എന്ത്? പഴയ അമ്മ കുവൈത്തിലേക്ക് പോയിക്കണ്. യുദ്ധത്തിന് വെടിയൊക്കെ മൂപ്പരെയാണ് അങ്ങോട്ട് വിളിച്ചിക്കണ്. എടോ പഴയ അമ്മാവൻ തന്നെയാണ്, അമ്മായി ആയിട്ടില്ല. പക്ഷെ എന്താ സ്വഭാവത്തിനൊരു മാറ്റം വന്നു. മൂപ്പരെ സോപ്പിട്ട് നിന്നാല് സ്വത്തുക്കളൊക്കെ നിങ്ങൾക്ക് കിട്ടും. അതിന്റെ മാർഗങ്ങളൊക്കെ ഒന്ന് പറഞ്ഞു കൊടുക്കി. ഒന്ന്, അമ്മാവൻ വിളിക്കുമ്പോ ഓടിച്ചാടി കയറി അങ്ങോട്ട് ചെന്നേക്കരുത്. അത് അമ്മാവന് ഇഷ്ടല്ല. രണ്ട്, അമ്മാവന്റെ കൂടെ ഇരിക്കരുത്. മൂന്ന്, കഴിയുന്നതും അമ്മാവനെ കാണാതിരിക്കുക. അയ്യോ, രണ്ടും കൂടി 12 പൈസ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിക്കണേ. അധ്വാനിക്കുന്നവർക്കും ഭാരം ചുമക്കുന്നോർക്കും പറഞ്ഞു കൊടുത്താൽ മനസ്സിലാത്ത ഇവരോടാണ് ഈ പാട്ട് പാടി മനസ്സിലാക്കുന്നത്. കൊടുക്ക നമ്മൾ പറഞ്ഞുതരാം. അധ്വാനിക്ക, അതായത് നയിക്ക. നമ്മൾ രാവും പകലും കൈക്കോട്ടെടുത്ത് പറമ്പിൽ കിളയ്ക്കുക, മതില് കെട്ടുക, മതില് പൊളിക്കുക, പിന്നെയും കെട്ടുക, പിന്നെയും പൊളിക്കുക, പിന്നെയും കെട്ടുക, പിന്നെയും പൊളിക്കുക. ഇങ്ങനെ ആകുമ്പോ എന്താവും? അമ്മോൾ സന്തോഷാവും. സന്തോഷമായ നിങ്ങൾ ഗോളടിക്കും, സ്വത്തുക്കൾ മുഴുവൻ നിങ്ങൾക്ക് കിട്ടും. കിട്ടുമെന്നോ? എന്താ ഇവിടെ കിട്ടുമെന്നോ? അതിനാണ് നമ്മൾ രാവും പകലും ഉറക്കൊഴിഞ്ഞ് അധ്വാനിച്ചത്. ഇതിന് മൂപ്പര് ഉലക്കാൻ വിളിച്ച് ചോദിച്ചു കിട്ടുമെന്നോ? അങ്ങനെ കിട്ടിയില്ലെങ്കിൽ നിങ്ങൾ ഇയാളുടെ വാപ്പാനെ കയറി പട്ടിനെ വിളിച്ചോ? ബാപ്പനല്ല, ബാപ്പന്റെ ബാപ്പനെ. എന്തായാലും ഞങ്ങളൊന്ന് ആലോചിക്കട്ടെ. ഇയാളുടെ വാപ്പാനെ പട്ടി നോക്കുന്ന കാര്യം അല്ലടോ, സ്വത്തിന്റെ കാര്യം. ഇയാൾ എന്താ ആലോചിക്കണേ? സ്വത്തിന്റെ കാര്യം തന്നെ. ഇങ്ങോട്ടൊക്കെ നിങ്ങൾ എന്താ ആലോചിക്കണേ? ഞാൻ തന്റെ വാപ്പാനെ പട്ടിന്ന് വിളിക്കുന്ന കാര്യം ആലോചിച്ചതാ. ബാപ്പനല്ല, ബാപ്പന്റെ ബാപ്പനെ. ബാപ്പന്റെ ഇങ്ങോട്ട് പോയി. ആ കുട്ടികൾ അവിടെ കിടന്നിട്ട് അധ്വാനിച്ചോട്ടെ. നിങ്ങൾക്ക് ഗുളിക ഓടിക്കേണ്ട സമയമുണ്ട് കേട്ടാ. അങ്ങോട്ട് നടക്ക്, ഞാൻ കാണിച്ചു നടക്ക്. അധ്വാനിക്കുന്നവനും ഭാരം ചുമക്കുന്നവനുമുള്ള നമ്മുടെ സ്വത്ത് ഉടനെ രജിസ്റ്റർ ചെയ്ത് രാകേഷിന്റെയും രമേഷിന്റെയും പേരിലാക്കണം. അത് ഉടനെ വേണോ? സ്വന്തം കാലിൽ നിക്കാറായിട്ട് പോരെ? അതിന് മാത്രം പ്രായമൊന്നും ആയിട്ടില്ലല്ലോ. അവര് ചെറിയ കുട്ടികളല്ലേ? അല്ലേ? അത് ഇവിടെ പറയും. അല്ലേ? എന്തായാലും ശരി, അവരെന്റെ അനന്തരവന്മാരാണ്. അവരുടെ സ്വത്ത് അവർക്ക് കൊടുത്തേ മതിയാവും. എനിക്കാണെങ്കിൽ വയസ്സായി, ഇനി അവർ സ്വന്തമായി കൈകാര്യം ചെയ്തോട്ടെ. അങ്ങനെയാണെങ്കിൽ അങ്ങനെ. വെള്ളം വേണം? വേണ്ട 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 വേണ്ട, ഇവിടെ വെക്കണ്ട, ഇവിടെ വെക്കണ്ട. ഒരു പങ്ക് കൂടെ വേണം. ഇന്നത്തെ കോട്ട ഇത്രേ ഉള്ളൂ. ഇന്നത്തെ കോട്ട ഇത്രേ ഉള്ളൂ. എവിടെ? നോക്കി നോക്കി. ഇന്നത്തെ കോട്ട ഇത്രേ ഉള്ളൂ കേട്ടാ. ഇനി ഭാഗം വെപ്പും രജിസ്ട്രേഷനും ഒക്കെ നമുക്ക് പിന്നെ ആവാം. അല്ല